എല്ലാവർക്കും സ്വാഗതം. ഇത് അലോക്കേഷ്യ പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അലോക്കേഷ്യ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇത് നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ്. നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെക്കാം. ഇൻഡോറിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂമിൻ്റെ അകത്തൊന്നും വെക്കാതിരിക്കുക. റൂമിൻ്റെ അകത്ത് വെച്ചാൽ ചെടി വളരില്ല, ഇലയൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോകും. നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്ത് വേണം ഈ ചെടി വെക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത്. അങ്ങനെയാവുമ്പോൾ ഈ ചെടിയുടെ ഇലയൊക്കെ അങ്ങ് കരിഞ്ഞ് ചെടി കേടായി പോകും. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഇത് കുറച്ച് വിലയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇത് ഇപ്പോൾ നമ്മൾ വാങ്ങിയപ്പോൾ ഇതിന് ഒരു തൈയാണ് ഇതിന് ചുവട്ടിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് 3 തൈയായിട്ട് വന്നിട്ടുണ്ട്, വലിയ ചെടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി നടാം. അതുപോലെ തന്നെ മണ്ണ് നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം, അതല്ലെങ്കിൽ ചെടി അങ്ങ് പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ നമുക്ക് മണ്ണ് തയ്യാറാക്കുമ്പോൾ മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റും ഇട്ട് നടാം. കമ്പോസ്റ്റിന് പകരം വേണമെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. ഈ ചെടി നടാനായിട്ട് പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഹോളുള്ള പോട്ടായിരിക്കണം, അതല്ലെങ്കിൽ ഇത് ചെടിയുടെ ചുവട്ടിൽ വെള്ളം കിട്ടി നിൽക്കും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ലൈറ്റിൻ്റെ കാര്യം, നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ ചെടി നന്നായിട്ട് വളർന്നു വരും. വെള്ളം കൊടുക്കുമ്പോൾ ചെടിച്ചോട്ടിൽ നനവ് നോക്കിയിട്ട് വെള്ളം കൊടുത്താൽ മതി. ഓവർ വാട്ടറിങ്ങൊന്നും പാടില്ല. വെള്ളം കുറേ ചെടിച്ചോട്ടിൽ കെട്ടി നിൽക്കുവാണെങ്കിലും ചെടി പെട്ടെന്ന് അങ്ങ് ചീഞ്ഞു പോകും. ഇതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ മാത്രമാണ് ഈ ചെടി നനച്ചു കൊടുക്കുന്നത്. ഇത് മഴക്കാലത്തൊക്കെ ഇത് വെളിയിലാണ് വെച്ചിരുന്നത്, പക്ഷേ ചെടിക്ക് കേടൊന്നും ഉണ്ടായില്ല. നല്ല ഹോളുള്ള ചട്ടി ആയതുകൊണ്ട് വെള്ളമൊക്കെ വാർന്നു പോയി. അങ്ങനെ ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. അടുത്തത് വളപ്രയോഗമാണ്. അപ്പോൾ നമുക്ക് ഈ ചെടിക്ക് ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കാം, കമ്പോസ്റ്റൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് ലിക്വിഡായിട്ടുള്ള ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ്. ഞാനിതിന് ബയോഗ്യാസിൻ്റെ സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിന് അധികം രോഗങ്ങളൊന്നും കാണാറില്ല. വൈറ്റ് ഫ്ലൈസോ മീൽ ബഗ്സോ ഒന്നും കണ്ടിട്ടില്ല. ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നിട്ട് ചെടി ചീഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ